ഇന്ന് രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ടോ. ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര വിശപ്പാണ് കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ വിളിയും കേട്ടുകൊണ്ട് ഓടി വന്ന് ഞാൻ നേരെ പോയത് അടുക്കളയിലാണ്. അടുക്കളയിൽ പോയി നല്ല ചോറും ചൂട് ചോറും കറിയെല്ലാം കൂട്ടി അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് കേട്ടോ. ഇനി വേണം നമുക്ക് കടയിൽ പോയി പായസത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ. അങ്ങനെ നേരെ കടയിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നേരെ മാർക്കറ്റിലോട്ട് വിട്ടിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നമ്മൾ നേരെ പായസത്തിൻ്റെ സെക്ഷനിലോട്ട് പോയി. അവിടെ ഇരിക്കുന്ന നമ്മുടെ പാലടക്കുട്ടൻ. ഇന്ന് പാലടയാണ് കേട്ടോ വയ്ക്കുന്നത്. പാലട റെഡി മിക്സ് വെച്ച് പാലട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ഞാൻ ലൂസ് പാലട അട വാങ്ങിയിട്ടാണ് ഉണ്ടാക്കാറ്. ഈ പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന 1.5 ലിറ്റർ പാല് തിളപ്പിച്ചതിലേക്ക് ഈ മിക്സ് ഇട്ടങ്ങ് അരമണിക്കൂർ വേവിച്ചെടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കാം കേട്ടോ. 95 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇതും ഇതിന് മറ്റു കുറച്ച് ചേച്ചി പറഞ്ഞു വിട്ട കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ വാങ്ങി ഇനി ബില്ല് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം നമ്മുടെ പിറന്നാളായിട്ട് കേക്ക് വാങ്ങിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പകരമായിട്ട് നമ്മളിന്നൊരു ഐസ്ക്രീമാണ് വാങ്ങിക്കുന്നത്. ഈ ഐസ്ക്രീം ഷെയർ ചെയ്ത് നമ്മളിന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ 3 പാക്കറ്റ് പാലും വാങ്ങിച്ചിട്ടുണ്ട്. ഐസ്ക്രീം വീട്ടിൽ കൊണ്ടുവന്ന വഴിക്ക് നല്ല പിടിവലിയായിരുന്നു കേട്ടോ. ഐസ്ക്രീമിന് വേണ്ടി തല്ലുകൂട്ടും ബഹളം എല്ലാമായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ ഐസ്ക്രീം എല്ലാം പൊട്ടിച്ച് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ പാടി നമ്മുടെ ഐസ്ക്രീം ഷെയർ ചെയ്ത് കഴിക്കണം കേട്ടോ. വേറെ പാത്രങ്ങളിലേക്ക് ആക്കാനൊന്നും ഇവന്മാർ സമ്മതിക്കില്ല കേട്ടോ. അവർക്ക് അതിൽ നിന്ന് തന്നെ കോരി കഴിക്കണം, എന്നാലേ ഒരു തൃപ്തിയുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഐസ്ക്രീമിനായിട്ട് അങ്ങ് ആക്രമിക്കുകയാണ്. അവരുടെ ഇഷ്ടത്തിന് അങ്ങ് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കുട്ടൂനാണെങ്കിൽ പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവന് സ്ട്രോബെറിയുടെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ ബ്ലൂ കളറുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അവസാനം ഐസ്ക്രീമിൻ്റെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. പായസത്തിന് വേണ്ടി നമ്മൾ ഈ പാല് മുറിച്ച് നമ്മുടെ കുക്കറിലോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പാളിപ്പോയെങ്കിലും ആ പാല് നമുക്കങ്ങ് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. സാധാരണയായി ഞാൻ കുക്കറിലാണ് കേട്ടോ പായസം വയ്ക്കുന്നത്. എനിക്കെന്തോ പാലിൻ്റെ പായസങ്ങളെല്ലാം കുക്കറിൽ വെച്ചാലേ ഒരു തൃപ്തിയുള്ളൂ. ആ പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ വിസിൽ ഊരി വെച്ച മൂടി വെച്ചിട്ട് അതങ്ങ് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ പാലിൻ്റെ പായസങ്ങളെല്ലാം കുക്കറിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ അതൊരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം അത് അത്ര കറക്റ്റായിട്ട് കുറുകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 10 മിനിറ്റ് കൂടെ വേവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദേ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ പായസം കുടിച്ചിട്ട് ചിപ്പ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.